ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രമുഖ കമ്പനികളിലെ വേക്കൻസീസുമായിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ വിവിധ കമ്പനികളിലായിട്ട് ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നല്ല കമ്പനീസാണ്. സൈലം, അതേപോലെ എൻട്രി, മാതൃഭൂമി, മനോരമ, അതേപോലെ നമ്മുടെ മലബാർ ഗ്രൂപ്പ്, ഏഷ്യനെറ്റ്, അങ്ങനെ TCSലൊക്കെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല പ്രമുഖ കമ്പനീസിലായിട്ട് ഒരുപാട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും ഈവൻ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ പോസ്റ്റുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സൈലമിലെ വേക്കൻസീസ് നോക്കാം. സൈലമിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഒരു ഡ്യൂറേഷൻ ആണ് ഇതിന് വരുന്നത്. ട്രെയിനി പ്രോഗ്രാമിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ട്രെയിനി പൊസിഷനിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. MBA അല്ലെങ്കിൽ BBA കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. വിവിധ ലൊക്കേഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. കണ്ണൂർ, വടകര, കോഴിക്കോട്, പേരാമ്പ്ര, ബാലുശ്ശേരി, കോട്ടക്കൽ, പെരിന്തൽമണ്ണ, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, നെയ്യാറ്റിൻകര മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ MBA ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. സൈലമിലെ ഒരു ഡയറക്റ്റ് അവസരമാണ് നിങ്ങൾക്കിതിൽ ലഭിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസിയും സൈലമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സൈലമിൽ ഇപ്പോൾ അക്കാഡമിക് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അത് PSCയിലേക്ക്, നമ്മുടെ കേരള PSCന്റെ അക്കാഡമിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. അതിന് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ റെലവെന്റ് എക്സ്പീരിയൻസ് ഇൻ പ്രിപ്പയറിംഗ് ടീച്ചിങ് മെറ്റീരിയൽസ് ആൻഡ് കോഴ്സ് കണ്ടന്റ് ആണ് അവർ പറയുന്നത്. വിവിധ ലൊക്കേഷനുകളിൽ ഇതിലും അവർക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണ, അതേപോലെ ട്രിവാൻഡ്രം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ അയച്ചു കൊടുക്കുക. അവരുടെ ഇമെയിൽ ID വരുന്നത് hira.m@silemlearning.com എന്നാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മനോരമയിലാണ്. മലയാള മനോരമ ഓൺലൈനിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. വീഡിയോ പ്രൊഡ്യൂസേഴ്സിന്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് വീഡിയോ പ്രൊഡ്യൂസേഴ്സിന്റെ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 3 വർഷത്തെ മീഡിയ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജേർണലിസം ആണ് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അത് ഫിലിമിലോ റിലേറ്റഡ് ഫീൽഡിലോ ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അവരുടെ വർക്ക് ലൊക്കേഷൻ വരുന്നത് കോട്ടയമാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV jobs@manorama.com എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഈ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം വന്നിട്ടുള്ളത് TCSലാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിലാണ്. TCSൽ ഇപ്പോൾ ഒരു ബൾക്ക് പാൻ ഇന്ത്യ ഹയറിംഗ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 4 വർഷം മുതൽ 13 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പാൻ ഇന്ത്യ റിക്രൂട്ട്മെന്റ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വാക്ക് ഇൻ ഡ്രൈവ് ആണ്. വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്ന തീയതി എന്ന് വെച്ചാൽ മെയ് 31 ഈ വരുന്ന ശനിയാഴ്ചയാണ് ഇതിന്റെ ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവ് വരുന്നത്. വിവിധ സ്കിൽ സെറ്റ്സ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. SAP, ഒറാക്കിൾ, സെയിൽസ്ഫോഴ്സ്, സർവീസ് നൗ, എന്റർപ്രൈസ് ഇന്റഗ്രേഷൻ, എന്റർപ്രൈസ് നെറ്റ് സ്കിൽസ്, ഡിജിറ്റൽ പ്രോസസ് മാനേജ്മെന്റ്, എന്റർപ്രൈസ് കോണ്ടന്റ് മാനേജ്മെന്റ്, അതൊക്കെയാണ് അവർ ചോദിക്കുന്ന സ്കിൽസ്. നമ്മുടെ കേരളത്തിലുള്ള TCSൽ, കൊച്ചിയിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അതായത് കൊച്ചിയിൽ എവിടെയൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്, കൊച്ചിയിൽ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. കൊച്ചിയിൽ വേക്കൻസി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു TCSന്റെ ഈ ഒരു ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയത്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കയറുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ എത്തുക. ഏതൊക്കെ ലൊക്കേഷനിൽ വെച്ചാണ് ഇതിന്റെ വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്നത്, അതേപോലെ കൊച്ചിയിൽ എന്തൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്, മറ്റുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അവിടുന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു വാക്ക് ഇൻ ഡ്രൈവിന് പങ്കെടുക്കുക. നമുക്ക് അടുത്ത അവസരം നോക്കാം. അടുത്ത അവസരം വന്നിട്ടുള്ളത് മലബാർ ഗ്രൂപ്പിലാണ്. മലബാർ ഗ്രൂപ്പിൽ ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. സിസ്റ്റം അഡ്മിൻ്റെ റോളിലേക്കാണ്. സിസ്റ്റം അഡ്മിൻ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. IT ഡിപ്പാർട്ട്മെന്റിലാണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് മാൾ ഓഫ് ട്രാവൻകൂർ, ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രത്തുള്ള അവരുടെ മാൾ ഓഫ് ട്രാവൻകൂറിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്.
മെയിൻലി അവർ ചോദിക്കുന്ന റിക്വയർഡ് സ്കിൽസ് നോക്കിയാണെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ അഥവാ സോഫ്റ്റ്വെയർ സപ്പോർട്ട്, പ്രോബ്ലം സോൾവിംഗ് ഒക്കെയാണ് അവർ ചോദിക്കുന്ന റിക്വയർഡ് സ്കിൽസ് വരുന്നത്. ഇതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ, അത് കമ്പ്യൂട്ടർ സയൻസിലോ IT യിലോ കഴിഞ്ഞവർക്ക് അവസരമുണ്ട്. ഈവൻ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഈ ഒരു നെറ്റ്വർക്ക് സർട്ടിഫിക്കേഷൻ, IT സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി IT സപ്പോർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1+ ഇയേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വായിച്ച് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നില്ല. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക. റെസ്പോൺസിബിലിറ്റീസ് ഈ കാണുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr.tvm@malabargroup.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് സബ്ജക്ട് ടാഗിൽ ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു പോസ്റ്റിൻ്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരൊരു കോൺടാക്ട് നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കടക്കാം. അടുത്ത അവസരവും മലബാർ ഗ്രൂപ്പിന്റെ തന്നെ വെഞ്ചറായ പ്ലയാസയിലാണ്. ഇപ്പൊ നമുക്കറിയാം കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്, പ്ലയാസയിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോടിലും കൊച്ചിയിലും ഉണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലാണ് അവസരം വന്നിട്ടുള്ളത്. ഇതിനവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷന് +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ്. ബേസിക്കലി ഈ ഒരു പോസ്റ്റിന് അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നല്ല സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. അതാണ് അവർ പറയുന്നത്. ഈവൻ ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ, ഈ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ആൻഡ് ബേസിക് ആ ഒരു കസ്റ്റമർ സർവീസ് ആണ് വരുന്നത്. ഗ്രേറ്റ് ആൻഡ് അസിസ്റ്റ് കസ്റ്റമേഴ്സ്, ഹാൻഡിൽ ക്വയറീസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട്, എൻഷുർ എക്സലന്റ് കസ്റ്റമർ സർവീസ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@playaza.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരൊരു കോൺടാക്ട് നമ്പർ കൂടി ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ലൊക്കേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോഴിക്കോടിലും കൊച്ചിയിലുമാണ് ഈ ഒരു CRA കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുള്ളത്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ഏഷ്യനെറ്റിലാണ്. ഏഷ്യനെറ്റിൽ ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. വിവിധ പൊസിഷനുകളിൽ വിവിധ ലൊക്കേഷനുകളിലായിട്ടാണ് അവസരം വന്നിട്ടുള്ളത്. എന്റർപ്രൈസ് സെയിൽസ് പ്രൊഫഷണൽസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പൊസിഷൻസ് കീ അക്കൗണ്ട് മാനേജേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, എന്റർപ്രൈസ് സെയിൽസ് ഓഫീസേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ വേക്കൻസി ഉണ്ട്. അങ്ങനെ വിവിധ പൊസിഷനുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. സേലം, മധുരൈ, കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, വിജയവാഡ മുതലായ സ്ഥലങ്ങളിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ ranjana@asianet.co.in എന്നവരുടെ HR-ന്റെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് സദർലാൻഡിലാണ്. സദർലാൻഡിൽ ഇപ്പോൾ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്ക് കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആണ് വരുന്നത്. ഫ്ലെക്സിബിൾ ഷിഫ്റ്റിലൊക്കെ നിങ്ങൾ, ഈവൻ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ള ക്ലയൻസിന് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിനാണ് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ അതാണ് അവർ പറയുന്നത്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. അതേപോലെ ഇമ്മീഡിയറ്റ് അവൈലബിലിറ്റി ഒക്കെ ആയിരിക്കണം, ഇമ്മീഡിയറ്റ് ജോയിൻ ആവണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നല്ല കോമ്പറ്റേറ്റീവ് സാലറി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത്, അവരുടെ HR-ന്റെ ഇമെയിൽ ID വരുന്നത് preena.p@sutherlandglobal.com എന്നാണ്. ആ ഒരു സബ്ജക്ട് ടാഗിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷന്റെ പേര് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്. ഈ ഒരു വർക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ്. അടുത്ത അവസരം, ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുള്ളത് എൻട്രിയിലാണ്. എൻട്രിയിൽ വിവിധ പൊസിഷനുകളിലായിട്ട് അവരൊരു വാക്ക് ഇൻ ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സസ് സെല് ചെയ്യുന്നതാണ്, മലയാളത്തിലാണ് വരുന്നത്. മസ്റ്റ് ബി ഫ്ലുവൻറ്റ് ഇൻ മലയാളം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു 1 ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. എഡ്ടെക് സെയിൽസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. 1 ഇയർ ഓഫ് ടാർഗറ്റ് ബേസ്ഡ് സെയിൽസ് എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവ് നടക്കുന്ന തീയതി എന്ന് വെച്ചാൽ 27 മെയ് 2025 10 മണി ടു 4 മണി വരെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത്. അവരുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലുള്ള എൻട്രിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടുന്നതാണ്. ഇതാണ് അവരുടെ QR കോഡ് വരുന്നത്.
അടുത്ത അവസരം വന്നിട്ടുള്ളത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിൽ ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ MCA BTech കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ്, ആ ഒരു റെലവൻറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് recruiter@mpp.co.in എന്നാണ്. ഇതിനൊരു ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട് 29/5/2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സബ്ജക്ട് ടാഗിൽ പൊസിഷൻ്റെ, നിങ്ങൾ ഈ ഒരു കമ്പനിയിലേക്കല്ല ഏതൊരു ജോലിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷൻ്റെ പേര് കൂടി കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അവസരം എൻട്രിയിൽ തന്നെയാണ്. എൻട്രിയിൽ ഇപ്പോൾ ഒരു ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, ടീച്ചിങ് എക്സാംസിൻ്റെ വേക്കൻസി പൊസിഷനിലേക്കാണ് വന്നിട്ടുള്ളത്. വാക്ക് ഇൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തന്നെയാണ് വരുന്നത്. നോളേജ് ഓഫ് ടീച്ചിങ് എക്സാം കോഴ്സസ്, കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, അതിൻ്റെ ഒക്കെ ഒരു നോളേജ് ഓഫ് ടീച്ചിങ് എക്സാമിൻ്റെ കോഴ്സസിനെ പറ്റിയാണ് അവർ നോളേജ് വേണമെന്ന് അവർ പറയുന്നത്. ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, ടെലിസെയിൽസ് എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. സെയിം തന്നെയാണ്, എല്ലാം മെയ് 27 തന്നെയാണ് ഇതിൻ്റെ ഒരു വാക്ക് ഇൻ ഡ്രൈവ് വരുന്നത്. നമ്മുടെ കൊച്ചിയിലുള്ള എൻട്രി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ടൈമിങ് കാര്യങ്ങൾ ഇൻ്റർവ്യൂ നടക്കുന്നത്. 10 മണി to 4 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. സെയിം എൻട്രിയിൽ തന്നെ ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് മോണ്ടെസോറി കോഴ്സിലും വന്നിട്ടുണ്ട്. സെയിം തന്നെയാണ്, വെന്യൂ ടൈം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വിവിധ പൊസിഷനുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സോ മോണ്ടെസോറി കോഴ്സിൽ ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്. അതേപോലെ കൊമേഴ്സ് മീറ്റ്സ് കമ്മ്യൂണിക്കേഷൻ വാക്ക് ഇൻ ഡ്രൈവ്സ് ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, അത് ബേസിക്കലി ഒരു BCom അല്ലെങ്കിൽ MCom കഴിഞ്ഞ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. 1 ഇയർ സെയിം സെയിൽസ് എക്സ്പീരിയൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ജോയിനിങ് ആയിരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. വെന്യൂ, ഡേറ്റ്, ടൈം, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. അടുത്തത് ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് എൻട്രിയിൽ, അത് വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് ഇൻസൈഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ടൈം, അതായത് വെന്യൂ, ടൈം, അതേപോലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നത് സെയിം തന്നെയാണ്. ഇതിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഓർ നോളേജ് ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് UPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ബാങ്കിങ് എക്സാംസ്, അതിനെ പറ്റിയൊക്കെ നല്ല നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.